എടി നിനക്ക് എപ്പോഴും ആ ബെസ്റ്റിയാ വലുത്. എടാ അവൻ എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രം. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നീ ആ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, 5 പൈസയുടെ വിവരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഹായ് ഇതൊക്കെ അവന്റെ അടവാ. എടാ നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീട്ടിൽ പോവാം, 5:30 അമ്മ പറഞ്ഞേക്കുന്ന 5:30 മുമ്പ് വീട്ടിൽ കയറണം. ഇവൻ എന്തിനാ നിന്റെ അമ്മേനെ അമ്മയെന്ന് വിളിക്കുന്നത്? ഞാനല്ലേ അമ്മയെന്ന് വിളിക്കുന്നത്? എടാ അത് സ്നേഹം കൊണ്ട് പറയുന്നല്ലേടാ. ഇതുപോലെ സ്നേഹിക്കാൻ എനിക്കും ആളെ കിട്ടും, ഞാനും കാണിച്ചു തരാം. എടി ആ മെലിവിനെ പോകുന്നേ. അതേലോ, ഇതാ ഓയോ അല്ലേ, അവനെ ബെസ്റ്റിയുടെ കൂടെ വന്നതായിരിക്കും. നീ അവനെ ഒന്ന് വിളിച്ചു, ഇന്ന് അവന്റെ കള്ളത്തിന് നമുക്ക് പിടിക്കണം. ഈ സമയത്ത് ഇവിടെ എന്തിനാ വിളിക്കുന്നത്? ഹലോ ഹലോ, നീ എവിടെയാടാ? ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് മണ്ണെണ്ണ മേടിക്കാൻ നിൽക്കുവാ. ഓക്കെ, അവന്റെ കള്ളത്തിന് നമുക്ക് ഇന്ന് കൈയോടെ മുക്കണം. നീ എന്നെ ഇവിടെ? ഞാനാണോ നിന്റെ അപ്പന്റെ മണ്ണെണ്ണ? നീ എന്നാടാ ഇവിടെ ആദ്യം പറയടാ. ഞാൻ അങ്ങനെയൊന്നുമില്ല, ഒരു അബദ്ധം പറ്റിയതാ. മാറി നിക്കടാ, ഏതവളാണെന്ന് എനിക്ക് കാണണം. അയ്യേ മാറ് എന്റെ ബെസ്റ്റി. ഇതാണോടാ നിന്റെ ബെസ്റ്റി? അതെ, നിങ്ങക്ക് പെണ്ണുങ്ങൾക്ക് മാത്രം ആണുങ്ങൾ ബെസ്റ്റി ആയിട്ട് പറ്റുള്ളൂ. ഞാൻ കാണുകൊണ്ടേ ആണുങ്ങൾ ബെസ്റ്റി. ഞാനങ്ങ് പേടിച്ചു പോയി. ഇപ്പൊ നീ മേടിച്ചില്ലേ, ഇതേ പേടി എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ആണുങ്ങളോട് ഓപ്പറായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പോലെ ഒരിക്കലും പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പറ്റൂല. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഒരു നാടകമായിരുന്നു. ബാ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പൊ എല്ലാം നാടകമായിരുന്നു. അപ്പൊ ഞാൻ കിട്ടിപ്പോയി സ്വപ്നങ്ങൾ, മെൽവിനൂത്തുള്ള കുടുംബജീവിതം. ഇനിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നാളെ രാവിലെ പോകാം.